കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ വിജയിയെ 5 മണിക്കൂർ ചോദ്യം ചെയ്ത് സിബിഐ. ദില്ലിയിലെ സിബിഐ ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. ചെന്നൈയിൽ സിബിഐ യൂണിറ്റ് ഉള്ളപ്പോൾ ചോദ്യം ചെയ്യൽ ദില്ലിയിൽ നടത്തിയത് സംശയകരമാണെന്ന് DMK ആരോപിക്കുന്നു. അതേസമയം ജനനായകൻ സിനിമാ വിവാദത്തിൽ വിജയുടെ മൗനവും വലിയ ചർച്ചയാവുകയാണ്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി. സുവി, ജനനായകൻ എന്നത് വിജയെ സംബന്ധിച്ച് വെറുമൊരു ചിത്രമല്ല, അദ്ദേഹത്തിന്റെ അവസാന സിനിമ എന്ന നിലയ്ക്കാണ് അത് ചർച്ചയാവുന്നത്. അപ്പോഴും ഇതുവരെയും വിജയ് അക്കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതിനിടയിലാണ് ഇന്ന് CBI ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കരൂർ ദുരന്തത്തിൽ മൊഴിയെടുക്കുന്നത്. എങ്ങനെയാണ് ഇത് രണ്ടും DMK ചേർത്ത് വെക്കുന്ന രാഷ്ട്രീയ ചർച്ചയാവുന്നത്? തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുപ്പ് തന്നെയാണ് വിജയുടേത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. പ്രത്യേകിച്ചും വിജയിയെ വിളിപ്പിച്ചിരിക്കുന്നത് ഡൽഹിയിലെ CBIയുടെ ആസ്ഥാനത്താണ്. എന്തുകൊണ്ട് മദ്രാസിൽ ഒരു യൂണിറ്റ് ഉള്ളപ്പോൾ ഡൽഹിയിലേക്ക് വിജയിയെ വിളിപ്പിച്ചു എന്നൊരു ചോദ്യമാണ് ആദ്യം മുതൽ തന്നെ DMK ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജനനായകൻ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിൽ ഒരു പ്രതികരണവും വിജയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതും ഈ സംശയത്തിന്റെ ആധി വർദ്ധിപ്പിക്കുകയാണ്. BJPക്ക് ഇതുവരെയും തമിഴ്നാട്ടിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കാൻ വിജയുടെ ഒരു സഹായം ലഭിക്കുമോ എന്നൊരു ചോദ്യമാണ് DMK ഇതിന് ലഭിക്കുമോ എന്നൊരു ആശങ്കയാണ് DMKക്ക് ഇതിന് ബദലായിട്ടുള്ളത്. ഏതായാലും ഇന്ന് ചോദ്യം ചെയ്യൽ നടന്നു, മൊഴിയെടുക്കലാണ് നടന്നത്. രാവിലെ 12:30 വിജയ് ഇന്ന് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് എത്തുന്നത്. അദ്ദേഹത്തോട് 35 ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകരെ ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്യൽ വേളയിൽ അനുവദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെന്നൈയിൽ ഒരു CBI യൂണിറ്റ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ദേശീയ ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചത് എന്നൊരു ചോദ്യം ആദ്യം മുതൽ തന്നെ ഉയരുന്നുണ്ട്. ദേശീയ ആസ്ഥാനത്തായിരുന്നു ചോദ്യം. പ്രത്യേകം ക്രമീകരിച്ച ചാർട്ടേഡ് വിമാനത്തിലാണ് വിജയ് കറുപ്പ് ഷർട്ടും പാൻറ്റും അണിഞ്ഞുകൊണ്ട് വിജയ് ഡൽഹിയിലേക്ക് എത്തിയത്. അതെല്ലാം തന്നെ ഒരു സന്ദേശം സൂചിപ്പിക്കുന്നു എന്നാണ് TVK പ്രവർത്തകർ പറയുന്നത്. ആരാധകരുടെ വലിയ നിരയും മറ്റും ഉണ്ടായിരുന്നു. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടെയാണ് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ഏതായാലും വിജയോട് ചോദിച്ചിരിക്കുന്നത് 12 മണിക്കാണ് കരൂർ, അതായത് സെപ്റ്റംബറിലാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. അന്ന് വിജയ് എത്തേണ്ടത് കരൂരിലാണ്. കരൂരിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചതാരാണ്? സർക്കാർ അനുമതി എങ്ങനെയാണ് ലഭിച്ചത്? എന്തുകൊണ്ട് വിജയ് ഉദ്ദേശിച്ച സമയത്ത് എത്തിയില്ല? 12 മണിക്കായിരുന്നു വിജയ് എത്തേണ്ടിയിരുന്നത്, പകരം വിജയ് എത്തിയത് 7 മണിയോടുകൂടിയാണ്. ഇത്രയും മണിക്കൂറുകളുടെ ഒരു ഡിലേ എങ്ങനെയാണ് സംഭവിച്ചത്? അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിജയോട് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത് എന്നാണ് പറയുന്നത്. അതിനുശേഷം വിജയുടെ ഈ മൊഴി പകർപ്പ് വായിച്ചു കേൾപ്പിക്കാൻ CBI സംഘം സമ്മതിച്ചു. 3 അംഗ സംഘമാണ് മൊഴിയെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വിജയുടെ അഭിഭാഷകരും ഈ മൊഴി പകർപ്പ് വായിച്ചതിനു ശേഷം വിജയ് മൊഴി ഒപ്പിട്ട് നൽകി എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും ഇത് വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇടയാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ടാണ് ചെന്നൈയിൽ ഒരു യൂണിറ്റ് ഉള്ളപ്പോൾ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയതും ഇങ്ങനെ അഭിഭാഷകരെ ഉൾപ്പെടെ എന്തുകൊണ്ട് ഈ മൊഴിയെടുക്കലിന് അനുവദിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും വലിയ തോതിൽ തന്നെ ചർച്ചയാക്കുകയാണ് DMK. ശ്രീജ. ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ KVN പ്രൊഡക്ഷൻ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. തങ്ങളുടെ ഭാഗം കൂടി കേട്ട ശേഷമേ കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്നാണ് CBFC കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ നിർദ്ദേശം സ്റ്റേ ചെയ്ത് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.